See, now let's see how to convert an NFA to DFA. Okay, see, if we can convert an NFA to DFA and then a DFA to NFA, then we can say that NFA is equivalent to DFA. Okay, this is already problems. DFA, every DFA is an NFA, but every NFA is not a DFA. Okay, we should know that every DFA is an NFA, but every NFA is not a DFA. Okay, now we already problems. DFA and NFA DFA NFA simple. But then NFA DFA convert cheyan pattanam. Ennal maatrame namukku adu rendum equivalent aanu parayan pattullu. See, you have a theorem to prove the equivalence of NFA and DFA. Adu prove cheyanengil ningalku oru NFA oru DFA aayittum DFA NFA aayittum convert cheyan pattum ennallathu ningal prove cheyanam. Enna maatrame aa oru theorem exist cheyullu. Okay, so by taking an example, let's see how we can convert an NFA to a DFA. Okay. Okay, so let's take a language L that accepts all the strings that starts with A. Okay, adinte nammal aadyam NFA varakkanam ennitte aa NFA ne namukku DFA aayittu convert cheyanam alle. NFA ningal already varichu. Okay, starts with A ennu parayumbol nammal endana initially we are in a state A, and on seeing A we go to a state B, which is the final state. Okay, B ile A vannalum B vannalum kollappilla nammal avadane nikkum. Idana nammal varicha NFA alle, for a language that starts with A. Starting il A pinne endu vanilava. Okay, idinte nammal DFA construct cheyan povana. appo nammal DFA construct cheyanadinu munpu namukku idinte transition table varakanam. Okay, നമ്മളൊരു ട്രാൻസിഷൻ ടേബിൾ വരച്ചിട്ട് ആണ് നമ്മൾ അതിൻ്റെ DFA യുടെ ട്രാൻസിഷൻ ഡയഗ്രാം വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ജസ്റ്റ് പാർട്ടീഷൻ ദിസ് ടു. ഓക്കെ, നമുക്കിവിടെ NFA യുടെ ഇപ്പോൾ ഈ വരച്ചിരിക്കുന്ന NFA യുടെ ട്രാൻസിഷൻ ടേബിൾ വരയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ DFA ൻ്റെ ട്രാൻസിഷൻ ടേബിൾ വരയ്ക്കാം. ഓക്കെ, NFA യുടെ ട്രാൻസിഷൻ ടേബിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയൂ എനിക്ക് ഏതൊക്കെ സ്റ്റേറ്റ്സ് ഉണ്ട് ഇവിടെ? A ഉണ്ട്, B ഉണ്ട് അല്ലേ? ഇൻപുട്ട് എന്തൊക്കെയാണ് എൻ്റെ? എയും ബിയും ആണ് എൻ്റെ ഇൻപുട്ട് അല്ലേ? സോ A on seeing A it is going to a state B. A on seeing B ഒന്നുമില്ല, 5 ആണ്. എവിടേക്കും പോകണില്ല, ഒരു ട്രാൻസിഷനും ഞാൻ അവിടെ കാണിച്ചിട്ടില്ല. B on seeing A it is remaining in the state B, and B on seeing B again it's remaining in the state B. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ അല്ലേ? ഇതിൽ നമ്മുടെ ഇനീഷ്യൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് A ആണ്, അതുപോലെ ഒരു ആരോ ഇട്ട് നമ്മൾ കാണിച്ചു. ഫൈനൽ സ്റ്റേറ്റ് B ആണ്, അവിടെ നമ്മളൊരു സ്റ്റാർ കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് ഇത് ഉപയോഗിച്ച് നമുക്ക് DFAൻ്റെ ട്രാൻസിഷൻ ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാം. ഓക്കെ, ഇതെല്ലാ കൺവേർഷനും സെയിം പ്രൊസീജിയറാണ്. സോ ജസ്റ്റ് പേ അറ്റൻഷൻ ടു ദിസ്. ഓക്കെ, അപ്പോൾ ഇവിടെയും നമുക്ക് ഇതേപോലെ തന്നെ നമ്മൾ ഇനീഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് തുടങ്ങാം. ഓക്കെ, DFA വരയ്ക്കുമ്പോൾ നമ്മൾ ആദ്യം ഒരു ഇനീഷ്യൽ സ്റ്റേറ്റിൽ Aയിൽ നിന്നു. ഓക്കെ, ഇൻപുട്ട് എയും ബിയും ആണ്, ഇങ്ങനെ എഴുതി. ഓക്കെ, ഇനി നോക്കൂ A on seeing A ഇത് വിട്ടേക്കോ, നമുക്ക് ഈ ഒരു ട്രാൻസിഷൻ ടേബിളിൽ നിന്ന് നമുക്കിത് ഫില്ല് ചെയ്യാൻ പറ്റും. A on seeing A it is going to state B. സ്റ്റേറ്റിലേക്ക് പോകണമൊക്കെ നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. ഓക്കെ, അത് ബിയിലേക്ക് പോകുന്നു. A on seeing B it is going nowhere, നള്ളാണ്. നമുക്ക് DFAയിൽ നമുക്ക് നൾ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ എവിടേക്ക് പോകണമെന്ന് അതിൻ്റെ അർത്ഥം? നമുക്ക് നൾ എന്ന് പറയുന്ന സാധനമില്ല, നമുക്ക് ഡെഡ് സ്റ്റേറ്റ് ആണുള്ളത് അല്ലേ? അപ്പോൾ നമ്മളിവിടെ ഡിയിലേക്ക് പോകും. ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഇവിടെ 5 വരുന്നോർത്ത് നമ്മളവിടെ D എഴുതും, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി എന്താണ് എൻ്റെ നെക്സ്റ്റ് റീച്ചബിൾ സ്റ്റേറ്റ്? എന്താണ്? നമ്മൾ വെറുതെ ഇങ്ങനെ കുറേ എല്ലാ സ്റ്റേറ്റുകളും താഴേക്ക് എഴുതി വെക്കാൻ പാടില്ല DFA കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ. NFAക്ക് നിങ്ങൾക്ക് അങ്ങനെ എഴുതാം. DFAയിലാകുമ്പോൾ നമ്മൾ നെക്സ്റ്റ് റീച്ചബിൾ സ്റ്റേറ്റ് നോക്കുക. A കഴിഞ്ഞിട്ട് പിന്നെ ഏറ്റവും അടുത്ത് റീച്ചബിൾ ആയിട്ടുള്ളത് ഏതാണ്? അതിന് B ആണ് അല്ലേ? അപ്പോൾ നമ്മൾ B എന്നുള്ള സ്റ്റേറ്റ് എഴുതി. ഓക്കെ, B Aയിൽ വരുമ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? ബിയിലേക്ക് തന്നെയാണ്. ഇവിടെ B വരുമ്പോഴും ബിയിലോട്ട് തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് റീച്ചബിൾ സ്റ്റേറ്റ് എന്താണ്? എൻ്റെ കഴിഞ്ഞിട്ടില്ല, ഡിയും കൂടി ഉണ്ട് അല്ലേ?
ഡി എന്ന് പറഞ്ഞ സ്ഥലം ഇവിടെ എഴുതിയിട്ടേ ഇല്ല, ഒന്നുമില്ല. ഡി എന്നുള്ള ഡെഡ് സ്റ്റേറ്റ് ആണ്. ഡെഡ് സ്റ്റേറ്റ് നമുക്ക് എപ്പോഴും അറിയാം, ഡെഡ് സ്റ്റേറ്റിൽ എന്ത് വന്നാലും അത് എവിടെ തന്നെ റിമെയിൻ ചെയ്യും, ഡെഡ് സ്റ്റേറ്റിൽ തന്നെ റിമെയിൻ ചെയ്യും അല്ലേ. അപ്പം ഡി. ഇനി നമുക്ക് എല്ലാം എന്ന് റീച്ചബിൾ ആയിട്ടുള്ള 2 സ്റ്റേറ്റിലേക്ക് നമ്മൾ എഴുതി കഴിഞ്ഞു, വേറെ ഒന്നുമില്ല ബാക്കി. ഇനി ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ DFA കൺസ്ട്രക്ട് ചെയ്യാം. ഓക്കെ, എ ഇനീഷ്യൽ സ്റ്റേറ്റ് ആണ്. ഓക്കെ, എൻ്റെ ഫൈനൽ സ്റ്റേറ്റ് ഇവിടെ ബി ആണ്. അപ്പോൾ എൻ്റെ ഫൈനൽ സ്റ്റേറ്റ് ഇവിടെയും ബി തന്നെയായിരിക്കും. ഓക്കെ, എ എന്ന് പറഞ്ഞ ഇനീഷ്യൽ സ്റ്റേറ്റിൽ എനിക്ക് എ കണ്ടപ്പോൾ ഞാൻ എങ്ങോട്ടാണ് പോയത്, ഐ വെൻറ്റ് ടു ദ സ്റ്റേറ്റ് ബി. ഓക്കെ, വിച്ച് ഈസ് ദ ഫൈനൽ സ്റ്റേറ്റ്. ഓക്കെ, ആൻഡ് ഓൺ സീയിങ് ബി ഐ വെൻറ്റ് ടു അനദർ സ്റ്റേറ്റ് ഡി. ഓക്കെ, B on seeing A and B, it is remaining in the same state, A comma B. And D on seeing A and B, it is remaining in the same state, A comma B. Number starts accepting all strings that starts with A in the DFA ഇതല്ലേ നമ്മൾ ഓൾറെഡി വരച്ചിട്ടുള്ളത്. നോക്കൂ, ഇത് കറക്റ്റ് അല്ലേ നോക്കൂ. So from an NFA we were able to construct a DFA. So conversion of NFA to DFA was possible. Let us take another example and see. I hope this is clear to you. Just make a note of this. Okay, so next language is the one that accepts all the strings that ends with A. Okay, അത് നമ്മൾ വരച്ചതാണ് NFA. അപ്പോൾ അത് നമുക്ക് അതിൻ്റെ വരയ്ക്കാം. ends with A എന്ന് പറയുമ്പോൾ എന്താണ്, A ഇനീഷ്യലി A എന്ന് പറഞ്ഞ സ്റ്റേറ്റിലാണ്. എൻസ് വിത്ത് എ ആയതുകൊണ്ട് സ്റ്റാർട്ടിങ്ങിൽ എയോ ബിയോ എന്ത് വേണമെങ്കിലും ആവാം. പിന്നെ ഒരു എ വരുമ്പോൾ ഞാൻ സ്റ്റേറ്റ് ബിയിലേക്ക് പോകും അല്ലേ, അല്ലേ? ഇങ്ങനെയല്ലേ നമ്മൾ വരച്ചത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ട്രാൻസിഷൻ ടേബിൾ വരയ്ക്കാം. NFAൻ്റെയും DFAൻ്റെയും വരയ്ക്കാം. ആദ്യം നമ്മൾ വരച്ചിരിക്കുന്ന NFAൻ്റെ ട്രാൻസിഷൻ ടേബിൾ വരയ്ക്കാം. ഓക്കെ, NFAയുടെ ട്രാൻസിഷൻ ടേബിൾ നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുക, നിങ്ങൾ പറയൂ. സ്റ്റേറ്റ്സ് എ ഉണ്ട്, ബി ഉണ്ട്. എ ഇനീഷ്യൽ സ്റ്റേറ്റ് ആണ്, ബി ഫൈനൽ സ്റ്റേറ്റ് ആണ്. ഓക്കെ, നമ്മുടെ ഇൻപുട്ട് എന്താണ്, എയും ബിയും ഉണ്ട്. ഓക്കെ, എ ഓൺ സീയിങ് എ ഇറ്റ് ഈസ് ഗോയിങ് ടു 2 സ്റ്റേറ്റ്സ് അല്ലേ. ഏതൊക്കെയാണ് 2 സ്റ്റേറ്റുകൾ, ഒന്ന് എ പിന്നെ ഒന്ന് ബി അല്ലേ. എ ഓൺ സീയിങ് ബി, എയിൽ മാത്രമേ റിമെയിൻ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ബി, ബി ഓൺ സീയിങ് എ എവിടെയും പോകുന്നില്ല, ബി ഓൺ സീയിങ് ബിയും എവിടെയും പോകുന്നില്ല. ഓക്കെ, നൗ ലെറ്റ്സ് സീ ദ DFA. DFAൻ്റെ നമുക്ക് ആദ്യം ട്രാൻസിഷൻ ടേബിൾ വരയ്ക്കാം. ഓക്കെ, DFAൻ്റെ ട്രാൻസിഷൻ ടേബിൾ വരയ്ക്കുമ്പോൾ ഞാൻ ആദ്യം എന്താ പറഞ്ഞത്, നമ്മൾ ആദ്യം ഇനീഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് തുടങ്ങുക. ഇനീഷ്യൽ സ്റ്റേറ്റ് എല്ലായിടത്തും സെയിം തന്നെയാണ്, എ എന്ന് പറഞ്ഞ ഇനീഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് തുടങ്ങി. ഓൺ സീയിങ് ദി ഇൻപുട്ട് എ ബി. ഓക്കെ, അപ്പം എയിൽ എ കാണുമ്പോൾ ഞാൻ ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്, എ കൊമ ബി എന്നാണ് അല്ലേ. പക്ഷേ നമുക്ക് DFAയിൽ എ കാണുമ്പോൾ 2 സ്റ്റേറ്റിലേക്ക് പോകാൻ പാടില്ല, ഒരൊറ്റ സ്റ്റേറ്റിലേ റിമെയിൻ ചെയ്യാൻ പാടുള്ളൂ അല്ലേ. അപ്പം നമ്മൾ ഈ എ ബി എന്നുള്ളതിനെ നമ്മൾ കമ്പൈൻ ചെയ്തൊരു സ്റ്റേറ്റ് ആക്കുകയാണ്. ഓക്കെ, യു ക്യാൻ ഗിവ് എനി നെയിംസ്, എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം നിങ്ങൾക്ക്. പി എന്നോ സി എന്നോ ഡി എന്നോ വാട്ട് എവർ നെയിം യു ക്യാൻ ഗിവ്. ബട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഐ എം ഗോയിങ് ടു നെയിം ഇറ്റ് ആസ് എ ബി. ഓക്കെ, ഇതൊരൊറ്റ സിംഗിൾ സ്റ്റേറ്റ് ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു സ്ക്വയർ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, എ ബി എന്ന് പറയുന്നത് എൻ്റെ ഇസ് 1 സിംഗിൾ സ്റ്റേറ്റ്, 2 സ്റ്റേറ്റ് അല്ല, എ ബി ഇസ് എ സിംഗിൾ സ്റ്റേറ്റ്. ഓക്കെ, ഇനി എ ഓൺ സീയിങ് ബി. ഓക്കെ, അത് ഈ ഒരു യൂണിഫോമിറ്റിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ഇങ്ങനെ തന്നെ ഇടാം. ഓക്കെ, എയിലേക്ക് പോയി. ഇനി നെക്സ്റ്റ് റീച്ചബിൾ സ്റ്റേറ്റ് എന്താണ്, എൻ്റെ ഏറ്റവും അടുത്ത് കിടക്കണ വേറെ നെക്സ്റ്റ് എയിന്ന് ഏതാണ് ഏറ്റവും റീച്ചബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ് ഇവിടെ, എ ബി ആണ് അല്ലേ. അപ്പം ഞാനിവിടെ എ ബി കൊടുക്കും, എ ബി. ഓക്കെ, എ ബിയിൽ എ വരുമ്പോൾ എങ്ങോട്ട് പോകുന്നു. ഓക്കെ, അപ്പം നിങ്ങൾ ഇപ്പുറത്തെ സൈഡിലേക്ക് വരാം. എ ബിയിൽ എ വരുമ്പോൾ അപ്പോൾ ഇത് നമ്മൾ എടുക്കണം. എ ബിയിൽ എ വരുമ്പോൾ എന്ന് പറയുമ്പോൾ ഈ 2 റോസും നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, എയിൽ എ വരുമ്പോൾ എ ബിയിലേക്ക് പോകുന്നുണ്ട്, ബിയിൽ എവിടെയും പോകുന്നില്ല. അപ്പോൾ എന്താണ്, എ ബിയിൽ എ വരുമ്പോൾ ഞാൻ എങ്ങോട്ടേക്കാണ് പോവുക, ഈ സ്റ്റേറ്റിലേക്കാണ് പോവുക അല്ലേ. ഈ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒറ്റ സിംഗിൾ സ്റ്റേറ്റ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുള്ളൂ, എ ബി. ഇവിടെ 5 ഉള്ളതുകൊണ്ട് നമുക്കത് മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, എ ബി. ഓക്കെ, ഓക്കെ, ഇനി എ ബിയിൽ ബി വരുമ്പോൾ എയിലേക്കും പോകുന്നുണ്ട് 5ലേക്കും പോകുന്നുണ്ട്. വിച്ച് മീൻസ് ഞാൻ എന്ത് ചെയ്തു,
എ ഫൈവ് എന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല, എ എന്ന് കൊടുത്താൽ മതി. ഓക്കെ, ഇപ്പം നോക്കൂ, എൻ്റെ കഴിഞ്ഞില്ലേ. ഇനി എനിക്ക് ഏതെങ്കിലും റീച്ചബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ് ഉണ്ടോ? എന്ന് എ ബിയിലേക്ക് എ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ഈ എ ബി എടുത്തു, എ ബിയിലെ എ ബിയും എയും. എ ബി ഓൾറെഡി ഞാൻ എ ബി കൺസിഡർ ചെയ്തിട്ടുണ്ട് സ്റ്റേറ്റ്. ഇനി എനിക്കൊന്നും എഴുതാനില്ല അല്ലേ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് നമ്മുടെ എന്ത് ചെയ്യാം, നമ്മുടെ ഡയഗ്രാം വരയ്ക്കാം. ഓക്കെ, ട്രാൻസിഷൻ ഡയഗ്രാം വരയ്ക്കാം. നമ്മൾ ബിയിലേക്ക് നമ്മൾ ബി എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്കേ നമ്മൾ പോകുന്നില്ല. ബിക്കോസ് ബി ഇവിടെ നമുക്ക് റീച്ചബിൾ അല്ല. ഇനീഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് നമുക്ക് ബി ഇവിടെ എവിടെയും റീച്ചബിൾ അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ബി എന്നുള്ള സ്റ്റേറ്റിലേക്കേ പോകുന്നില്ല. ഓക്കെ, അപ്പം ഞാൻ ഇനീഷ്യലി എ എന്ന് പറഞ്ഞ സ്റ്റേറ്റിലാണ്. എൻ്റെ ഇവിടെ ഫൈനൽ സ്റ്റേറ്റ് ഏതായിരിക്കും? ഇവിടെ എൻ്റെ ഫൈനൽ സ്റ്റേറ്റ് ബി അല്ലേ. അപ്പോൾ ഇവിടെ ഏത് സ്റ്റേറ്റിലാണോ ബി വരുന്നത് അത് എൻ്റെ ഫൈനൽ സ്റ്റേറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ എൻ്റെ എ ബി ആണ് ഇവിടെ ഫൈനൽ സ്റ്റേറ്റ് ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ എ എന്ന് എനിക്കൊരു ഇൻപുട്ട് എ കിട്ടിയപ്പോൾ ഐ വെൻറ്റ് ടു എ സ്റ്റേറ്റ് എ ബി വിച്ച് ഇസ് മൈ ഫൈനൽ സ്റ്റേറ്റ്. ഓക്കെ, എ കിട്ടിയപ്പോൾ. ബി കിട്ടിയപ്പോഴോ? ബി കിട്ടിയപ്പോൾ ഒന്നും ചെയ്തില്ല, ഞാൻ അവിടെ തന്നെ നിന്നു. ഓക്കെ, ഇനി എ ബിയിൽ എ കിട്ടിയപ്പോൾ ഞാൻ എ ബിയിൽ തന്നെ റിമെയിൻ ചെയ്തു. എ ബിയിൽ ബി കിട്ടിയപ്പോഴോ ഐ കെയിം ടു ദ സ്റ്റേറ്റ് എ ബിയിൽ ബി കിട്ടി. കറക്റ്റ് അല്ലേ? എൻസ് വിത്ത് എ നിങ്ങൾ നോക്കി നോക്കൂ. ഇതല്ലേ നമ്മുടെ ഡി എഫ് എ വരിക, എൻഡിങ് വിത്ത് എന്. സോ ദിസ് ഈസ് ഹൗ യു ഡു ദ കൺവേർഷൻ ഓഫ് എൻ എഫ് എ ടു ഡി എഫ് എ. ഇതിനെ നമ്മൾ പറയുന്നതാണ് സബ്സെറ്റ് കൺസ്ട്രക്ഷൻ. ഓക്കെ, ദിസ് ഈസ് കോൾഡ് സബ്സെറ്റ് കൺസ്ട്രക്ഷൻ. Subset construction. Okay, let's just solve one more problem based on this. Okay, ഇനി നെക്സ്റ്റ് നോക്കൂ. എൻ്റെ ലാംഗ്വേജ് എൽ should accept all strings in which the second symbol from RHS is A. ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. ഇങ്ങനെ എൽ എച്ച് എസ് ആർ എച്ച് എസിൻ്റെ ഒക്കെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ നോക്കൂ, സെക്കൻഡ് സിമ്പിൾ ഫ്രം ആർ എച്ച് എസ് ഇസ് എ. റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് സെക്കൻഡ് സിമ്പിൾ എ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ആ ലാംഗ്വേജിൽ ഏതൊക്കെ സ്ട്രിങ്ങുകൾ വരുന്നുണ്ട് നോക്കാം. സോ ദാറ്റ് വിൽ ബിക്കം മച്ച് മോർ ഈസിയർ ഫോർ യു. ഓക്കെ, അപ്പോൾ ആ ലാംഗ്വേജ് എല്ലിൻ്റെ ഉള്ള ഏതൊക്കെ സ്ട്രിങ്സ് വരും നിങ്ങളൊന്ന് പറഞ്ഞേ. എങ്ങനെ വരും? സെക്കൻഡ് സിമ്പിൾ എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? മിനിമം ലെങ്ത് 2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ എൻ്റെ ലാസ്റ്റ് സിമ്പിൾ എന്ത് വേണമെങ്കിലും ആവാം. ആർ എച്ച് എസ് എന്ന് പറയുമ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് അല്ലേ. അപ്പോൾ ഇവിടുന്ന് രണ്ടാമത്തെ സിമ്പിൾ എ ആയിരിക്കണം. ഓക്കെ, എ ബി രണ്ടാമത്തെ സിമ്പിൾ എ അല്ലേ. എ ബി ഇങ്ങനെ പറയുമ്പോൾ നോക്കൂ, രണ്ടാമത്തെ സിമ്പിൾ എ ആയിരിക്കണം. ബി എ ബി രണ്ടാമത്തെ സിമ്പിൾ ഫ്രം റൈറ്റ് രണ്ടാമത്തെ എ ആയിരിക്കണം. ഓക്കെ, ആൻഡ് സോ ഓൺ. ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് ആണ്. ഓക്കെ, അപ്പം എങ്ങനെ പോയാലും നമുക്കിതിൽ എത്ര സ്റ്റേറ്റ്സ് വരും? നിങ്ങളൊന്ന് പറഞ്ഞാൽ എത്ര സ്റ്റേറ്റ്സ് വരും? 2 ലെങ്ത് എന്തായാലും വരണം. അപ്പം തന്നെ നമുക്ക് എന്താണ് 3 സ്റ്റേറ്റ്സ് എന്തായാലും വരും. ഓക്കെ, നമുക്കൊന്ന് വരച്ച് നോക്കാം അതിൻ്റെ എൻ എഫ് എ എങ്ങനെ ഇരിക്കും നോക്കാം. ഓക്കെ, ഇനീഷ്യലി ഐ എം ഇൻ എ സ്റ്റേറ്റ് എ. ഓക്കെ, ആൻഡ് ദെൻ എ അല്ലെങ്കിൽ എ ബി എന്ത് വെള്ളം ചെയ്തോ നിങ്ങൾ. ഓക്കെ, സെക്കൻഡ് സിമ്പിൾ എനിക്ക് എന്തായാലും എ ആയിരിക്കണം. സെക്കൻഡ് സിമ്പിൾ എ ഉള്ളത് ഞാൻ ആക്സെപ്റ്റ് ചെയ്തില്ലേ? നിങ്ങൾ നോക്കി നോക്കൂ, സെക്കൻഡ് സിമ്പിൾ എ ഉള്ളതല്ലേ ഞാൻ അവിടെ ആക്സെപ്റ്റഡ് ആയിക്കണത് അല്ലേ? ഇവിടെ എനിക്ക് എന്ത് സെക്കൻഡ് സിമ്പിൾ. അപ്പോൾ അതായത് ഓക്കെ ഇങ്ങനെ എഴുതി. ഓക്കെ, ഇനി നിങ്ങൾ പറഞ്ഞേ സെക്കൻഡ് ഇവിടുന്ന് എ. ഓക്കെ, ഇവിടെ എനിക്ക് എന്ത് വരാം? എയോ എ ബിയോ എന്ത് വേണമെങ്കിലും വരാം. ബിക്കോസ് ദിസ് ഇസ് എൻ എഫ് എ. ഓക്കെ, അപ്പം എനിക്ക് എയോ ബിയോ എന്ത് വേണമെങ്കിലും വെച്ചിട്ട് ലാസ്റ്റ് എയോ ബിയോ എന്ത് വേണമെങ്കിലും വരാം. ഓക്കെ, സെക്കൻഡ് വൺ ഇവിടുന്ന് എ ആയിരിക്കണം. സ്റ്റാർട്ടിങ്ങിലും എനിക്ക് എന്ത് വരാം? സ്റ്റാർട്ടിങ്ങിലും എനിക്ക് എയോ ബിയോ എന്ത് വേണമെങ്കിലും വരാം. ആർ എച്ച് എസ് എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് രണ്ടാമത്തെ എ ആയിരിക്കണം. ഇനി ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ പറയുകയാണ് നിങ്ങളുടെ അടുത്ത്. അപ്പോൾ നമ്മുടെ എൻ എഫ് ഇതാണ് നമ്മുടെ എൻ എഫ് എ വരിക അല്ലേ? ഇതല്ലേ എൻ എഫ് എ വരിക? നിങ്ങൾ നോക്കിയേ അല്ലേ? ഇനി നോക്കുക, എനിക്കിനി ഞാൻ പറയണത് മൈ തേർഡ് സിമ്പിൾ ഫ്രം ആർ എച്ച് എസ് എസ് എ എന്നാ പറഞ്ഞത്. നോക്കൂ, തേർഡ് സിമ്പിൾ ഫ്രം ആർ എച്ച് എസ് എസ് എ. അപ്പോൾ എൻ്റെ എങ്ങനെയാണ് വരിക? ഡയഗ്രത്തിൽ എന്ത് വ്യത്യാസം വരിക? തേർഡ് സിമ്പിൾ ഫ്രം ആർ എച്ച് എസ് റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് മൂന്നാമത്തെ സിമ്പിൾ എ ആയിരിക്കണം.
അപ്പോൾ എന്താ വരിക, ഇത് ജസ്റ്റ് ഒന്നും കൂടി എക്സ്റ്റെൻഡ് ചെയ്യണം, ഒരു സ്റ്റേറ്റും കൂടിയും വരും അല്ലേ, ഇവിടേക്ക് ഒരു സ്റ്റേറ്റും കൂടിയും വരും, എന്നിട്ട് അതായിരിക്കും നമ്മുടെ ഫൈനൽ സ്റ്റേറ്റ്. അപ്പോൾ 1 2 തേർഡ് സിമ്പിൾ എ ആയി, ബാക്കിയൊക്കെ സെയിം തന്നെയായിരിക്കും അല്ലേ. സോ ഐ വോണ്ട് യു ഓൾ ടു ഡു ദാറ്റ് ആസ് എ ഹോംവർക്ക്. ഓക്കെ, അപ്പോൾ ഇനി ഇത് നമ്മൾ NFA വരച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ ട്രാൻസിഷൻ ടേബിൾ വരയ്ക്കാം. ഓക്കെ, ട്രാൻസിഷൻ ടേബിൾ നമുക്ക് 2 എണ്ണം വരും, NFAക്ക് വരണം, DFAക്ക് വരണം. അപ്പോൾ NFAൻ്റെ ട്രാൻസിഷൻ ടേബിൾ നിങ്ങളൊന്ന് പറഞ്ഞേ. NFAയുടെ ട്രാൻസിഷൻ ടേബിൾ എങ്ങനെയാണ് വരിക? നമ്മുടെ എന്തൊക്കെയാണ് സ്റ്റേറ്റ്സ് ഉള്ളത്? We are having how many states? We are having 3 states അല്ലേ. A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്. NFAയിൽ നിങ്ങൾക്ക് ഇത് ഡയറക്റ്റ്ലി ചെയ്താൽ കേട്ടോ. ഇൻപുട്ട് എന്താണ്? എയും ബിയും. ഓക്കെ, എയിൽ എ വരുമ്പോൾ വേർ ഇസ് ഇറ്റ് ഗോയിങ്? എയിൽ തന്നെ നിൽക്കുന്നുണ്ട്, പിന്നെ അത് എങ്ങോട്ട് പോകുന്നുണ്ട്? ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഓൾസോ അല്ലേ. എയിൽ ബി വരുമ്പോഴോ ഇറ്റ് ഈസ് റിമൈനിങ് ഇൻ ദ സ്റ്റേറ്റ് എ, റൈറ്റ്. ഇനി ബിയിലെ എ വരുമ്പോൾ ഇറ്റ് ഈസ് ഗോയിങ് ടു ദ സ്റ്റേറ്റ് സി. ബിയിലെ ബി വരുമ്പോൾ ഇറ്റ് ഈസ് അഗെയിൻ ഗോയിങ് ടു ദ സ്റ്റേറ്റ് സി. സിയിൽ ഒന്നുമില്ല, ഡിയിൽ നമ്മളൊന്നും പറഞ്ഞിട്ടില്ല. കറക്റ്റ് അല്ലേ? നിങ്ങളെല്ലാവരും എഴുതൂത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ തന്നെ DFAയുടെ നോക്കാം. ഓക്കെ, DFAൻ്റെ ട്രാൻസിഷൻ ടേബിൾ വരുമ്പോൾ എന്താവും നോക്കാം. ഇനീഷ്യലി ഞാൻ എ എന്ന് പറഞ്ഞ സ്റ്റേറ്റിലാണ്. എൻ്റെ ഇനീഷ്യൽ സ്റ്റേറ്റ് ഇസ് എ. ഓക്കെ, എൻ്റെ ഫൈനൽ സ്റ്റേറ്റ് എന്താണ്? സി ആണ് കേട്ടോ, അത് മാർക്ക് ചെയ്യണേ. ഓക്കെ, ഇനീഷ്യലി ഐ എം ഇൻ ദ സ്റ്റേറ്റ് എ. എനിക്ക് ഇൻപുട്ട് ഉള്ളത് എയും ബിയും ആണ്. ഓക്കെ, അപ്പോൾ ഇനി നോക്കൂ, എയിൽ എനിക്ക് എ വന്നപ്പോൾ ഞാൻ എങ്ങോട്ടാണ് പോയത്? എയിൽ എ വന്നപ്പോൾ എ ബിയിലേക്ക് പോയി. അപ്പോൾ ഹൗ ക്യാൻ ഐ റൈറ്റ് ദാറ്റ്? എനിക്ക് കമ്പൈൻ ചെയ്തിട്ട് വേണം എഴുതാൻ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഇവിടെ എ ബിന്ന് കമ്പൈൻ ചെയ്ത് ഒരു ഒറ്റ സ്റ്റേറ്റ് ആയിട്ട് എഴുതി. ഓക്കെ, എയിൽ ബി വന്നപ്പോൾ സിംഗിൾ സ്റ്റേറ്റിലേക്കാണ്, അത് ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ലൈക്ക് ദാറ്റ് ഇറ്റ്സ്. ഓക്കെ, നെക്സ്റ്റ് ബിയിൽ വന്നപ്പോൾ അല്ലല്ല തെറ്റി, എയിൽ എ വന്നപ്പോൾ ഇങ്ങനെ ചെയ്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് ഞാൻ ബിയിൽ വന്നപ്പോൾ അല്ല പറയേണ്ടത്. നെക്സ്റ്റ് എന്താ? എൻ്റെ നെക്സ്റ്റ് റീച്ചബിൾ സ്റ്റേറ്റ് എന്താണ്? എ ബി ആണ് എൻ്റെ നെക്സ്റ്റ് റീച്ചബിൾ സ്റ്റേറ്റ് അല്ലേ. അപ്പം ഞാൻ എ ബി കൺസിഡർ ചെയ്തു. എന്ന് ഏറ്റവും റീച്ചബിൾ ആയിട്ടുള്ളത് എ ബിയിലേക്കല്ലേ. എ ബിയിൽ എ വരുമ്പോഴും ബി വരുമ്പോഴും എന്താ ചെയ്യണേന്ന് നോക്കണം. എ ബിയിൽ ഇതിവിടെ എടുക്കുക, എ ബിയിൽ എ വരുമ്പോഴും ബി വരും. എ ബിയിൽ എ വരുമ്പോൾ അത് എങ്ങോട്ടാണ് പോണേ? 3 സ്റ്റേറ്റിലേക്ക് പോകുന്നുണ്ട്, എ ബി സി. അപ്പോൾ ഹൗ ക്യാൻ ഐ റൈറ്റ് ദാറ്റ്? ഐ വിൽ റൈറ്റ് ഇറ്റ് ആസ് എ ജസ്റ്റ് സിംഗിൾ സ്റ്റേറ്റ് എ ബി സി, ഒറ്റ സ്റ്റേറ്റ് ആയിട്ട് ഞാൻ എഴുതി. ഓക്കെ, ബി വരുമ്പോഴോ ഇറ്റ് ഈസ് ഗോയിങ് ടു ദ സ്റ്റേറ്റ് എയും ഉണ്ട് സിയും ഉണ്ട്, എ സി ഒറ്റ സ്റ്റേറ്റ് ആയിട്ട് എഴുതി. ഓക്കെ, അപ്പോൾ എയിൽ എ ബി എഴുതി. ഇവിടെ എ ഓൾറെഡി നമ്മൾ എഴുതിയിട്ടുള്ള, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി എ ബിയിൽ നോക്കുമ്പോൾ ഏറ്റവും അടുത്തുള്ള സ്റ്റേറ്റ് ഏതാണ്? എ ബി സിയും എ സിയും 2 റീച്ചബിൾ സ്റ്റേറ്റ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഇതിൽ ഏതെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ എ സി എടുത്തു. ഓക്കെ, എ സി എടുത്തു. എ സിയിൽ എ വരുമ്പോൾ അതെങ്ങോട്ടാ പോണേ? എ ബിയും ഫൈയും ആണ്. എ സിയിൽ എ വരുമ്പോൾ ഐ എം ഗോയിങ് ടു ദ സ്റ്റേറ്റ് എ ബി. ഓക്കെ, എ സിയിൽ ബി വരുമ്പോൾ എങ്ങോട്ടാ പോണേ? എ സിയിൽ ബി വരുമ്പോൾ എയിൽ മാത്രമല്ലേ പോകുന്നേ? അപ്പോൾ നമ്മുടെ ഈ സ്റ്റേറ്റുകളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കിയുള്ളത് എന്താണ്? എ ബി സി ഉണ്ട് അല്ലേ. നമുക്ക് ആ സ്റ്റേറ്റ് ഏതാണ്? എ ബി സി. എ ബി സിയിൽ എ വരുമ്പോൾ എങ്ങോട്ടാ പോണേ? 3 സ്റ്റേറ്റിലേക്ക് പോകേണ്ട എ ബി സി. അപ്പോൾ അത് അങ്ങനെ തന്നെ എഴുതി എ ബി സി. എ ബി സിയിൽ ബി വരുമ്പോൾ ഇറ്റ് ഈസ് ഗോയിങ് ടു എ സി. ഇനി ഇവിടെ എഴുതിയിരിക്കണതിൽ ഏതെങ്കിലും നമ്മൾ സ്റ്റേറ്റ് മെൻഷൻ ചെയ്യാത്തതുണ്ടോ നോക്കൂ. നോക്കി നോക്കൂ, എല്ലാം നമ്മൾ എഴുതിയിട്ടില്ലേ? എല്ലാം നമ്മൾ കഴിഞ്ഞില്ലേ? ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ട്രാൻസിഷൻ ഡയഗ്രാം വരയ്ക്കണം. ഓക്കെ, സോ സിൻസ് ഐ ഡോണ്ട് ഹാവ് സ്പേസ് ഹിയർ, ഞാൻ ഇതൊന്ന് റബ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഫോർ എക്സാമ്പിൾ എനിക്ക് ഇത് മാത്രം കിട്ടിയാൽ മതി, ഈ ട്രാൻസിഷൻ ടേബിൾ മാത്രം കിട്ടിയാൽ മതി എൻ്റെ DFA വരയ്ക്കാനായിട്ട്. അപ്പോൾ ഞാൻ അത് റബ് ചെയ്തു. ഇനി ഞാൻ ചെയ്യാൻ പോവാണ് കേട്ടോ. എൻ്റെ ഇനീഷ്യൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? A is my initial state. Okay, I hope you all are with me. A is my initial state. Aയിൽ എനിക്ക് A കിട്ടിയപ്പോൾ ഞാൻ എങ്ങോട്ടാ പോയേ? I'm going to the state A B. എയിൽ A എൻകൗണ്ടർ ചെയ്തപ്പോൾ
I am going to the state AB. Okay. ഇവിടെ ഞാൻ ഫൈനൽ ഇത് മാർക്ക് ചെയ്തിട്ടില്ല കേട്ടോ. എൻ്റെ സി ആയിരുന്നു ഫൈനൽ സ്റ്റേറ്റ്. അപ്പോൾ ഇവിടെ സി വരുന്നത് ഏതാണോ അതൊക്കെ എൻ്റെ ഫൈനൽ സ്റ്റേറ്റ് ആയിരിക്കും. അപ്പോൾ ഏതാണ് എൻ്റെ എ സി ഫൈനൽ സ്റ്റേറ്റ് ആയിരിക്കും, എ ബി സിയും ഫൈനൽ സ്റ്റേറ്റ് ആയിരിക്കും. ഓക്കെ, എ വന്നപ്പോൾ ഇത് പോയി. ബി വന്നപ്പോൾ എന്താ ചെയ്യണേ? ബി വരുമ്പോൾ അത് എയിൽ തന്നെ റിമെയിൻ ചെയ്യാണ്. ബി വരുമ്പോൾ ഇറ്റ് ഇസ് റിമൈനിങ് ഇൻ ദ സെയിം സ്റ്റേറ്റ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി എ ബിയിൽ എ വരുമ്പോൾ ഇറ്റ് ഈസ് ഗോയിങ് ടു ദ സ്റ്റേറ്റ് എ ബി സി. ഓക്കെ, എ ബിയിൽ എ വരുമ്പോൾ ഇറ്റ് ഈസ് ഗോയിങ് ടു ദ സ്റ്റേറ്റ് എ ബി സി. ഓക്കെ, എ ബിയിൽ ബി വരുമ്പോൾ ഇറ്റ് ഈസ് ഗോയിങ് ടു ദ സ്റ്റേറ്റ് എ സി. ബി വരുമ്പോൾ ഇറ്റ് ഈസ് ഗോയിങ് ടു സ്റ്റേറ്റ് എ സി. എ ബി സി എ സി ഞാൻ പറഞ്ഞു നമ്മുടെ ഫൈനൽ സ്റ്റേറ്റ് ആണ്. അതുകൊണ്ട് നമ്മളത് ഡബിൾ സർക്കിൾ ചെയ്യാം. ബിക്കോസ് NFA സി നമ്മുടെ ഫൈനൽ സ്റ്റേറ്റ് ആയിരുന്നു അല്ലേ. അപ്പോൾ സി ഇവിടെ ഏതിലാണോ വരുന്നത് അതൊക്കെ ഫൈനൽ സ്റ്റേറ്റ് ആവും. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി എ സിയിൽ എ വരുമ്പോൾ ഇറ്റ് ഈസ് ഗോയിങ് ടു ദ സ്റ്റേറ്റ് എ ബി. എ സിയിൽ എ വരുമ്പോൾ ഇറ്റ് ഈസ് ഗോയിങ് ടു ദ സ്റ്റേറ്റ് എ ബി. എ സിയിൽ ബി വരുമ്പോൾ ഇറ്റ് ഈസ് ഗോയിങ് ടു ദ സ്റ്റേറ്റ് എ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി എ ബി സിയുടെ കാര്യമാണ് നമുക്ക് ചെയ്യാനുള്ളത്. എ ബി സിയിൽ എ വരുമ്പോൾ ഇറ്റ് ഈസ് റിമൈനിങ് ഇൻ ദ സെയിം സ്റ്റേറ്റ്. എ വരുമ്പോൾ ഓക്കെ, എ ബി സിയിൽ ബി വരുമ്പോൾ ഇറ്റ് ഈസ് ഗോയിങ് ടു ദ സ്റ്റേറ്റ് എ സി. Our DFA is complete now. ഇപ്പൊ നോക്കൂ, ഒരു റാൻഡം ആയിട്ട് ബി 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 എ ബിയോ അങ്ങനെ എന്തെങ്കിലും ഒരു സ്ട്രിങ് ഞാൻ എടുക്കുകയാണ്. ഓക്കെ, ഡി ബി ബി എ ബി അല്ലെങ്കിൽ ബി ബി ബി. എൻ്റെ ഇത് എന്താ സെക്കൻഡ് സിമ്പിൾ ഷുഡ് ബി എ എന്നുള്ളതേ ഉള്ളൂ അല്ലേ. എൻ്റെ സെക്കൻഡ് സിമ്പിൾ ഫ്രം RHS A ആവണമെന്നേ ഉള്ളൂ. എൻ്റെ സെക്കൻഡ് സിമ്പിൾ RHS A ആണ്. അപ്പോൾ ഇത് പർട്ടിക്കുലർ സ്ട്രിങ് ഇതിൽ ആക്സെപ്റ്റഡ് ആവുണ്ടോ നോക്കൂ. നിങ്ങൾ നോക്കൂ, ബി 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 എ കിട്ടിയപ്പോൾ ഞാൻ ഐ വെൻ ടു ദ സ്റ്റേറ്റ് എ ബി. പിന്നെ എനിക്കൊരു ബി കിട്ടിയപ്പോൾ ഞാൻ എന്തായി എ സിയിലേക്ക് എത്തി. എ സി എൻ്റെ ഫൈനൽ സ്റ്റേറ്റ് അല്ലേ, അത് ആക്സെപ്റ്റ് ചെയ്യണില്ലേ. ബി എ ബി എ എ ഇങ്ങനെ ആകുമ്പോഴും എൻ്റെ സെക്കൻഡ് സിമ്പിൾ ഫ്രം RHS is A. ഇത് നോക്കിയേ, ബി എ ബി എ എ എ എ അല്ലേ. നോക്കൂ, ബി എ ബി എ എ ഇറ്റ് ഈസ് അഗൈൻ റീച്ചിങ് ദ ഫൈനൽ സ്റ്റേറ്റ്. അപ്പോൾ ഇതും ആക്സെപ്റ്റഡ് ആവുന്നുണ്ട്. അങ്ങനെ കുറച്ച് റാൻഡം ആയിട്ടുള്ള കുറച്ച് സ്ട്രിങ്സ് ഇട്ട് നോക്കുക. ഇതിൽ പെടാത്ത ലാംഗ്വേജിൽ പെടാത്ത സ്ട്രിങ്സ് ഇട്ട് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം അതൊരു ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റിൽ പോയി നിൽക്കും. ഇറ്റ് വിൽ നോട്ട് ബി ഇൻ ദ ഫൈനൽ സ്റ്റേറ്റ്. ഓക്കെ, സോ ജസ്റ്റ് ട്രൈ സോൾവിങ് ദിസ് പ്രോബ്ലം. സോ ഇതിനെയാണ് നമ്മൾ പറയുന്നത് സബ്സെറ്റ് കൺസ്ട്രക്ഷൻ. ഓക്കെ, സബ്സെറ്റ് കൺസ്ട്രക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ വി ആർ ഡൂയിങ് ദ കൺവേർഷൻ ഫ്രം NFA to DFA. ഓക്കെ, ഇസ് ദാറ്റ് ക്ലിയർ? എല്ലാത്തിനും സെയിം പ്രൊസീജിയറാണ് ഫോളോ ചെയ്യുക. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ടു യു. മേക്ക് എ നോട്ട് ഓഫ് ദിസ്.